ജയസൂര്യൻ സർ, സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് ബദലായാണ് പന്തളം കൊട്ടാരവും ഹൈന്ദവ സംഘടനകളും ചേർന്ന് മറ്റൊരു അയ്യപ്പ ഭക്ത സംഗമം കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചത്. അത് പിണറായി സംഗമത്തെക്കാൾ മികച്ചതാണോ പന്തളം കൊട്ടാരം സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം? അതോ ഇതിലേതാണ് സൂപ്പർ ഹിറ്റായി വിജയിച്ചത്? അങ്ങനെയുള്ള പല വിധത്തിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം അണ്ണാമലൈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുമൊക്കെ വാർത്തകളിലൊക്കെ വന്നിരുന്നു. ചർച്ചയാവുകയാണ് അത്തരം വിഷയങ്ങളൊക്കെ. ജയസൂര്യൻ സാറിന്റെ ഒരു അഭിപ്രായത്തിൽ കഴിഞ്ഞ ദിവസം പന്തളം കൊട്ടാരവും ഹൈന്ദവ സംഘടനകളും സംഘടിപ്പിച്ച അയ്യപ്പ ഭക്ത സംഗമത്തെ സാർ എങ്ങനെ വിലയിരുത്തും? ഒപ്പം അത് പിണറായി നമ്മുടെ സർക്കാർ സംഘടിപ്പിച്ച സംഗമത്തെക്കാൾ മികച്ചതായിരുന്നോ? എന്താണ് ഒരു അഭിപ്രായം? പമ്പയിൽ നടന്നത് ഒരു പാർട്ടി സമ്മേളനമാണ്. CPIM-ന്റെ ശക്തി പ്രകടനമാണ് പമ്പയിൽ നമ്മൾ കണ്ടത്. 6000 കസേരകൾ നിരത്തി വലിയ ജർമ്മൻ പന്തലൊക്കെ ഇട്ടു. ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ പരിപൂർണമായിട്ടും ഉപയോഗിച്ചു. പക്ഷേ ആകെ വന്നത് 600 പേരാണ്, അല്ലെങ്കിൽ വളരെ കുറച്ചാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നീട് അടിയന്തരമായി തൊഴിലുറപ്പ് സ്ത്രീകളെ പെട്ടെന്ന് എത്തിക്കാനൊരു ശ്രമം ഉണ്ടായി. പക്ഷെ തൊഴിലുറപ്പ് സ്ത്രീകളെയും പ്രായമനുസരിച്ചിട്ടുള്ളവരെ കിട്ടിയില്ല. 50-60 വയസ്സിന് മുകളിലുള്ള തൊഴിലുറപ്പുകാരെ അന്വേഷിച്ച് ചെന്നപ്പോൾ അവരെ സമയത്ത് കിട്ടിയില്ല. അതുകൊണ്ട് അത് മുഖം രക്ഷിക്കാനുള്ള അവസാന ശ്രമവും പരാജയപ്പെട്ടു. അപ്പോൾ പമ്പയിലെ പാർട്ടി സമ്മേളനം ഏതാണ്ട് CPIM പാർട്ടിയുടെ ഇപ്പോഴത്തെ ശക്തി വിളിച്ചോതുന്ന ഒരു പരിപാടിയായി മാറി. തികച്ചും പാർട്ടി സമ്മേളനം എന്ന നിലയിൽ തന്നെ അതിനെ നമുക്ക് പറയാൻ പറ്റും. അവിടെ വരുന്നവർക്ക് ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന ബാഡ്ജുകൾ, ഏതാണ്ട് വോളണ്ടിയേഴ്സ് ബാഡ്ജും പ്രതിനിധികളുടെ ബാഡ്ജും കൂടി 10,000-ഓളം ബാഡ്ജുകളാണ് പെട്ടി പൊട്ടിക്കാതെ തന്നെ തിരിച്ചയക്കേണ്ടി വന്നത് എന്ന് വീഡിയോയിലൂടെ പല ചാനലുകളും കാണിക്കുകയുണ്ടായി. അപ്പോൾ എവിഡൻസിന്റെ കാര്യമൊന്നും ഇനി ആരും ചോദിക്കേണ്ടതില്ല. അടപടലം പൊളിഞ്ഞു പോയ, അടിയെ തകർന്നു പോയ ഒരു നീക്കമായിരുന്നു പമ്പയിലെ അയ്യപ്പ സംഗമം. എന്നാൽ അതുകൊണ്ടൊരു ഗുണമുണ്ടായത് ഇതിനൊരു പ്രതികരണം ഉണ്ടായി എന്നുള്ളതാണ്. അതാണ് നമ്മൾ പന്തളത്ത് കണ്ടത്. പന്തളം കൊട്ടാരവും അയ്യപ്പ ഭക്ത സംഘടനകളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് പന്തളത്ത് നടത്തിയ അയ്യപ്പ സംഗമം എല്ലാ പ്രതീക്ഷകളെയും കവച്ചു വെക്കുന്ന രീതിയിൽ വൻപിച്ച, ആയിരങ്ങളെ ആകർഷിച്ച ഒരു ഭക്തജന സംഗമമായി മാറി. അവിടെ ആ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചവരൊക്കെ തന്നെ, അണ്ണാമലയാണെങ്കിലും തേജസ്വി സൂര്യ ആണെങ്കിലും, അവരുടെയൊക്കെ പ്രാതിനിധ്യം എന്നുള്ളത് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. തമിഴ്നാടിന്റെയും കർണാടകത്തിന്റെയും പ്രാതിനിധ്യം, അതായത് ശബരിമലയിലേക്ക് വരുന്ന ഭക്തജന സമൂഹത്തിന്റെ ഈ പ്രതിഷേധത്തിൻ്റെതായിട്ടുള്ള മഹാസംഗമം കേരളത്തിലുള്ളവർ സംഘടിപ്പിക്കുകയും തമിഴ്നാടിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ അണ്ണാമലയും കർണാടകത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ തേജസ്വി സൂര്യയും പങ്കെടുക്കുകയും ചെയ്തതോടുകൂടി ഒരു ദക്ഷിണേന്ത്യൻ സംഗമത്തിന്റെ എല്ലാ കെട്ടും മട്ടും അതിന് കിട്ടുകയുണ്ടായി. മാത്രമല്ല, അവിടെ നടന്ന പ്രസംഗങ്ങളിലൊക്കെ തന്നെ CPIM സനാതന ധർമ്മത്തെ കടന്നാക്രമിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും കുൽസിതമായിട്ടുള്ള ഇത്തരം നീക്കങ്ങളെ തുറന്നു കാണിക്കാൻ പ്രത്യേകിച്ച് അണ്ണാമലയുടെ പ്രസംഗമൊക്കെ അതിശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചു. അതായത് ഭഗവത്ഗീതയുടെ അധ്യായങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ടും അതിലെ ഉദ്ധരണികൾ ഉപയോഗിച്ചുകൊണ്ടും ഏത് രീതിയിലാണോ പിണറായി ഹിന്ദുത്വത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചത് അതിന് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കാൻ അണ്ണാമലയ്ക്ക് സാധിച്ചു. അണ്ണാമലയുടെ തമിഴിലുള്ള പ്രസംഗം വളരെ ലളിതമായിരുന്നത് കൊണ്ട് മലയാളിക്ക് അത് മലയാളം പോലെ തന്നെ മനസ്സിലാക്കുകയും ചെയ്തു. എന്തു തന്നെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഹിന്ദു വീര്യം ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. പന്തളത്ത് നടന്ന അയ്യപ്പ ഭക്ത സംഗമം ഹിന്ദു വീര്യം ഉണർത്തുന്ന ഒരു സമ്മേളനം, അത് പ്രതിഫലിപ്പിക്കുന്ന ഒരു സമ്മേളനമായി മാറി. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിന്റെ ഹിന്ദു സമാജത്തിലെ ഹൈന്ദവ വീര്യം കെട്ടുപോയിട്ടില്ല. അതിനെ വഴിതിരിച്ചു വിടാനും ഹൈജാക്ക് ചെയ്യാനും ആർക്കും സാധിക്കില്ല എന്ന് വളരെ ശക്തമായ ഭാഷയിൽ തെളിയിച്ച സമ്മേളനമാണ് പന്തളത്ത് നടന്ന അയ്യപ്പ സമ്മേളനം. അതായത് കേരളത്തിന്റെ സോഷ്യൽ മാനേജ്മെന്റ്, പൊളിറ്റിക്കൽ മാനേജ്മെന്റ്, അല്ലെങ്കിൽ മീഡിയ മാനേജ്മെന്റ്, ഇതൊക്കെ CPIM എന്ന് പറയുന്ന പാർട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണകക്ഷിക്കോ ഭരണകൂടത്തിനോ ഹൈജാക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള അമിതമായ ആത്മവിശ്വാസമാണ് പമ്പയില് പൊളിഞ്ഞു പോയതും അത് നടക്കില്ല എന്നുള്ള സന്ദേശമാണ് പന്തളത്ത് ഉയർന്നു കേട്ടത്. ഇവിടെ കേരളത്തിന്റെ പൊതുസമൂഹത്തെ തങ്ങളുടെ സ്വത്താക്കി വെക്കാൻ വേണ്ടി പരസ്പരം മത്സരിക്കുകയാണ് LDF-ഉം UDF-ഉം. LDF പറയുന്നു, ഞങ്ങൾ ചെയ്ത തെറ്റിനൊക്കെ ഞങ്ങൾ പ്രായശ്ചിത്തം ചെയ്തു, കേരള സമൂഹം വീണ്ടും ഞങ്ങളെ അധികാരത്തിലേറ്റി, അതുകൊണ്ട് ഹൈന്ദവ പിന്തുണ ഞങ്ങൾക്ക് തന്നെയാണ്.
എന്നാൽ മറുവശത്ത് കരുക്കൾ നീക്കുന്ന കോൺഗ്രസ് പാർട്ടിയും UDF-ഉം വളരെ ബുദ്ധിപരമായിട്ടാണ് നീങ്ങുന്നത്. അവർ വലിയ പരസ്യ പ്രസ്താവനകളിലൂടെ CPM-നെ കടന്നാക്രമിക്കുന്നതിന് പകരം അവർ ചെയ്യുന്നത് BJP-യുടെ RSS-ന്റെ അണികളിലേക്ക് വ്യക്തിപരമായി കടന്നു ചെല്ലുകയാണ്. ഞാൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരുമായി സംസാരിച്ചു. അപ്പോൾ പന്തളം സമ്മേളനത്തിൽ പ്രസംഗം കേൾക്കാൻ പോയ ചിലർ എന്നോട് സംസാരിക്കുകയുണ്ടായി. പന്തളം സമ്മേളനത്തിൽ പങ്കെടുത്ത ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ആൾക്കാർ എന്നോട് സംസാരിക്കുന്നു. അപ്പൊ അവരൊക്കെ പറഞ്ഞൊരു കാര്യം, ഈ പന്തളം സമ്മേളനവുമായി ബന്ധപ്പെടുകയും അതുമായി അനുകൂലിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും കാര്യമായി പരിഗണിക്കുന്നു. എന്നിട്ട് അവരുടെ വികാരത്തിന് പിന്തുണ കൊടുക്കുന്നു. എന്നിട്ട് അവർക്കൊരു ഉപദേശം കൊടുക്കുകയാണ്, കഴിഞ്ഞ തവണത്തേത് നമുക്ക് പിണറായി വിജയനെ നിരപ്പാക്കണം. ഇത് ആരോടാണ് പറയുന്നത്? BJP RSS അണികളോടാണ് പറയുന്നത്. ആരാണ് പറയുന്നത്? കോൺഗ്രസ് ആണ് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പന്തളത്തിൽ ഉണർന്നു വന്ന ഹൈന്ദവ വികാരത്തെ കോൺഗ്രസിന്റെ വോട്ടാക്കി മാറ്റാൻ വേണ്ടിയുള്ള കരുനീക്കങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ നമുക്ക് പുറമേ കാണാൻ കഴിയില്ല. ഇത് പത്രപ്രസ്താവനകളില്ല, പ്രസംഗങ്ങളില്ല, സോഷ്യൽ മീഡിയയിൽ ഇതേക്കുറിച്ച് ഒന്നുമില്ല. പക്ഷെ വീടാന്തരം വ്യക്തികളിലേക്ക് ഈ കാര്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന ഒരു അതിവിദഗ്ധമായ തന്ത്രം കോൺഗ്രസ് പാർട്ടി പുറത്തെടുത്തു കഴിഞ്ഞിരിക്കുന്നു, പ്രയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് വീണ്ടും കേരളത്തിന്റെ ഹൈന്ദവ വികാരത്തെ വഴിതെറ്റിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും പിണറായി സംഗമവും അല്ലെങ്കിൽ പന്തളം സംഗമവും ഒക്കെ ചർച്ചകളിൽ നിറയുകയാണ്. യഥാർത്ഥത്തിൽ ജയസൂര്യൻ സാറ് പറഞ്ഞതുപോലെ ഹൈന്ദവ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് വിളിച്ചോതുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം പന്തളം കൊട്ടാരവും ഹൈന്ദവ സംഘടനകളും ചേർന്ന് നടത്തിയ അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറയുന്നത്. ആദ്യം സർക്കാരിന്റെ നേതൃത്വത്തിൽ പമ്പയിൽ നടത്തിയത് വെറും ഒരു പാർട്ടി സമ്മേളനമായിരുന്നു. എത്ര പേരെ ഇവർ ക്ഷണിച്ചിരുന്നു, ഒരു വിശ്വ തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റുമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. പക്ഷേ ഇതൊന്നും യഥാർത്ഥത്തിൽ പൂർണ്ണമായും വിജയം കണ്ടില്ല എന്നുള്ളതാണ്. ജയസൂര്യൻ സാറി സൂചിപ്പിച്ചതുപോലെ പാർട്ടിയിൽപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിൽ തൊഴിലുറപ്പ് വിഭാഗത്തിൽപ്പെട്ട അങ്ങനെയുള്ള ആളുകളെ പോലും അവിടെ എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. ആളുകളെ കുത്തിനിറച്ച് ഇതൊരു വലിയ വിജയമാണ്, തങ്ങളുടെ സംഗമം അല്ലെങ്കിൽ അയ്യപ്പ ഭക്ത സംഗമം തങ്ങൾ വിചാരിച്ചിടത്ത് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം സർക്കാർ നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴും പലരെയും സർക്കാർ ഒരു പ്രായശ്ചിത്തം പോലെയാണ് ഇത് ചെയ്തത് എന്ന് വേണം കരുതാൻ. അത്തരത്തിലായിരുന്നു ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ. തന്ത്രി കണ്ഠരരും മോഹനരുടെ കാര്യത്തിലാണെങ്കിൽ പോലും അത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പന്തളം സംഗമത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. പക്ഷേ ഈ രീതിയിൽ സർക്കാർ പല രാജ്യത്തിലുള്ളവരെ ക്ഷണിക്കും, അത്തരത്തിൽ ശബരിമലയെ ഉയർത്തിക്കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞെങ്കിലും എത്രമാത്രം ഹിന്ദുക്കൾക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ സർക്കാർ നടത്തിയ സംഗമത്തിന് ഒരു സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നതൊരു ചോദ്യമാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.